തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. യുകെയിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നല്ല ഹോട്ട് ഡിസ്കഷൻ ടോപ്പിക്കാണ്. പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു, ഒരുപാട് ഡിസ്കഷൻസ് കണ്ടായിരുന്നു, ഒരുപാട് പലരും അവരുടെ വ്യൂ പോയിന്റ്സ് ഷെയർ ചെയ്യാൻ കണ്ടായിരുന്നു. അപ്പം ഞാനിതിൽ എൻ്റെ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആയ ആളുകളെയോ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്കഷൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വൈസ്മാൻ ഓവർസീസ് കൺസൾട്ടൻസി പ്രധാനമായിട്ടും സ്റ്റുഡൻറ് വിസ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ആയതുകൊണ്ട് സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുശേഷം അവരുടെ പഠിത്തത്തിന് ശേഷം അവർക്ക് അവിടെ സെറ്റിൽ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ആവുമോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് അവിടെ പോകുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു സംഭവം ഓൾറെഡി മറ്റൊരു പാർട്ടി അവരുടെ എലക്ഷൻ അജണ്ടയായിട്ട് ഇമിഗ്രേഷൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ അവർ നെക്സ്റ്റ് ഇലക്ഷന് അവർ ജയിച്ചാൽ എന്തെല്ലാം ചെയ്യും എന്ന് പറയുമല്ലോ. അതുപോലെ ഒരു പാർട്ടി അവർ ഡിക്ലെയർ ചെയ്ത കുറേ കാര്യങ്ങളാണ്. അത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രസിഡന്റ് PM ആയ കീർ സ്റ്റാർമർ അദ്ദേഹം മുന്നോട്ട് അവരുടെ പ്രപ്പോസൽ എന്ന് പോലെ വെച്ച ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അറിയാവുന്ന ആളുകളെയാണ് ഇനി ഇമിഗ്രൻസ് ആയിട്ട് അവർക്ക് ആ രാജ്യത്തിൽ വേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനത്തിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്കിൽഡ് ആയിട്ടുള്ള ഈ രാജ്യത്തിന്റെ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിൽ അവരും ഗ്രോ ചെയ്യുക, അതേപോലെ തന്നെ രാജ്യവും ഗ്രോ ചെയ്യുക എന്നുള്ള ആസ്പെക്റ്റിൽ ചെയ്യാവുന്ന ആൾക്കാരെയാണ് ഇനി ബ്രിട്ടൻ മുന്നോട്ട് നോക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, റീസെൻ്റ്ലി ഈ 2020 ശേഷം ഉണ്ടായ വലിയൊരു ഡ്രൈവ് ഉണ്ട്. ഒരുപാട് ഇമിഗ്രൻസ് അവിടെ സ്റ്റുഡൻറ് വിസയിലും മറ്റ് പല വിസകളിലും വർക്ക് വിസയിലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരും അതുപോലെ തന്നെ ഇവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്ന ആളുകളും അവരുടെ ക്വാളിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് വളരെ കുറവാണ്. അപ്പം അവർക്ക് കൂടുതൽ ലാംഗ്വേജ് സ്കിൽസ് ഉള്ള ആളുകളെ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആളുകളെയാണ് ബേസിക്കലി അവർക്ക് അവരുടെ രാജ്യത്ത് വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. നമ്മളുടെ നാട്ടിൽ തന്നെ പലപ്പോഴും പല മറ്റു നാട്ടുകാർ വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അവരുടെ ആശയവിനിമയം നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലോട്ട് വന്ന ആൾക്കാർ അവർ മലയാളം പഠിച്ചാൽ പോലും പലപ്പോഴും പറയുമ്പോൾ നമ്മൾക്ക് അത് ബ്രോക്കൺ മലയാളം ആയതുകൊണ്ട് നമുക്ക് അതിൽ ക്ലാരിറ്റി കുറവുണ്ടാവാറുണ്ട്. ഇതേ ക്ലാരിറ്റി കുറവ് അവരും ഫേസ് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്ത് അവർ ഓരോ പ്രാവശ്യം വർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവർ ലെവൽ B2 വരെയുള്ള ക്വാളിഫിക്കേഷൻ എടുക്കണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ ലെവൽ B2 എന്ന് പറഞ്ഞാൽ നമ്മൾ IELTS കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇൻഡിവിജ്വൽ 5.5 ബാൻഡ് സ്കോർ 6 അവർ സ്കോർ റിക്വയർമെന്റ് പറയുന്നത്. അത് മറ്റ് പല രാജ്യങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഓൾറെഡി ആ രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കാനഡയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ ഡിപ്പെൻഡന്റിന് ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ കമ്പയർഡ് ടു UK ആ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് കുറവാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. ഓക്കെ, അപ്പോൾ കൂടുതലും സ്റ്റുഡൻസിനെ അഫക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ അറ്റ് പ്രസന്റ്ലി അവരുടെ സജഷൻ ഒന്നേ ഒന്നുള്ളൂ. അത് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യം അത് 18 മാസമാക്കി ചുരുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടെ കുറച്ച് 2 കൊല്ലത്തിൽ നിന്ന് 18 മാസമാക്കി ചുരുക്കും എന്നുള്ളതാണ് സ്റ്റുഡൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ്. പിന്നെ കാലാകാലങ്ങളായിട്ട് UK വിത്തൗട്ട് IELTS നമ്മളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പല കാര്യം നമ്മൾ ചെറുപ്പത്തിലെ മുതൽ പഠിച്ചു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ വേവർ കിട്ടാനുള്ള പോസിബിലിറ്റി നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസിന് ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് എന്നുള്ളൊരു കാര്യം അവർ സജഷൻ ചെയ്തിട്ടില്ല. ഇനി നിങ്ങളിത് പഠിച്ചതിന് ശേഷം പൊതുവെ എല്ലാവരും ഈ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. പൊതുവെ പഠിച്ചു തീരുന്ന സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് ഒരു വർക്ക് വിസയിലോട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഓൾറെഡി കീർ സ്റ്റാമർ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ സീനിയർ കെയർ വർക്കേഴ്സിനോ അല്ലെങ്കിൽ കെയർ വർക്കേഴ്സിനോ ഡയറക്റ്റ് മറ്റ് കൺട്രീസിൽ നിന്ന്
വർക്ക് വിസ കിട്ടില്ല എന്നുള്ളൊരു കാര്യം. നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിസ ആണ് ഈ സീനിയർ കെയർ വിസ എന്നുള്ളത്. ആക്ച്വലി അവിടെ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ചെന്ന് പഠിച്ച് പാസ്സാവുന്ന ഒരാൾക്ക് അവിടെ നിന്ന് സീനിയർ കെയർ വിസയിലോട്ട് മാറുന്നതിനോ അതിനുശേഷം അതിൽ നിന്ന് അവർക്ക് ജോലി ചെയ്യുന്നതിനോ വേറെ തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി മുതൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് സീനിയർ കെയറിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കി എന്നുള്ള കാര്യം അത് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വർക്ക് വിസ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പാണ്. കാരണം ഓൾറെഡി ഈ 2020 തൊട്ട് 2023 വളരെ ലാർജ് നമ്പർ ഓഫ് വർക്ക് ഫോഴ്സ് ആണ് ഈ സീനിയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് വന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ഇനി റിക്രൂട്ട്മെന്റിനെ കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നേക്കുകയാണ്. ഇനി അവിടെ ചെന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്ക് വിസയിലോട്ട് പോവുക എന്നുള്ളത് ഇനി നല്ല ടഫാണ് UK. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ILR ഫയൽ ചെയ്യാനായിട്ട് ഇൻഡെഫിനിറ്റ് സ്റ്റേ നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് 5 yearsനെ 10 years ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു പ്രപ്പോസൽ പോയേക്കുന്ന കാര്യം. ഈ 5 years to 10 yearsലേക്ക് മാറ്റുമ്പോൾ അതിൽ അവർ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസിലാണ് ആക്ച്വലി എല്ലാവർക്കും കൺഫ്യൂഷൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ILR ഫയൽ ചെയ്യുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ജോലി ചെയ്ത് അവരുടെ പേയ്മെന്റ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോയിരിക്കുന്ന വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പ്രൊഫൈൽസിനാണ് ILR അല്ലെങ്കിൽ PR പോലുള്ള കാര്യങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പലവരും നമ്മൾ ഇന്ത്യക്കാരല്ല എന്ന് ഉദ്ദേശിച്ച് മറ്റു പല രാജ്യക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. UK ചെന്ന് അവിടെ ഒരു PR ഇതിനോ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. ചിലപ്പോൾ 5 6 7 കുട്ടികളുള്ള ഒരു അച്ഛനമ്മയാണെങ്കിൽ അവർക്ക് ഒരു പിള്ളേരെ നോക്കാൻ ഒരു ചൈൽഡ് മൈൻഡറിനെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ് മേടിച്ച് ഫ്രീ ആയിട്ട് വീടുകളിൽ കമ്മ്യൂണിറ്റിയുടെ വീടുകളിൽ താമസിച്ച് വാട്ടർ ഇലക്ട്രിസിറ്റി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ മേടിച്ച് ആ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ വരുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട്. അവരെയാണ് ആക്ച്വലി ഇത് അഡ്രസ്സ് ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ടും അങ്ങനെയുള്ള അവരിത് മാത്രം ലക്ഷ്യമിട്ട് വന്നതുകൊണ്ടും ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ 10 years ശേഷമാണല്ലോ ഇനി ഇങ്ങനെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ, അതും ഇത്രയും പ്രോപ്പറായിട്ട് അവരുടെ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് പോയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ വരം കുറയും. ഈ ഗവൺമെന്റ് ബെനിഫിറ്റ്സ് മാത്രം ഉദ്ദേശിച്ച് ഞാൻ ഈ പറഞ്ഞത് അവിടുത്തെ ഗവൺമെന്റ് ബെനിഫിറ്റ്സിൽ ഒരെണ്ണം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ഗവൺമെന്റ് ബെനിഫിറ്റ്സ് അവിടെ പലരും പല മുടന്തൻ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് ഇതേപോലത്തെ പല ബെനിഫിറ്റ്സും മേടിച്ച് അവിടെ സെറ്റിലായ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെയോ ഇന്ത്യക്കാരെയോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് വരെ പണിയെടുക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ്. മാക്സിമം 1-2 കുട്ടികളെ നമുക്ക് ഉണ്ടാവുള്ളൂ. അവരെ തന്നെ നോക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പലപ്പോഴും അച്ഛനമ്മമാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ അവിടെ കുട്ടികളെ നോക്കുകയും ഇതൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾക്ക് ഇനി 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലത്തേക്ക് മാറിയാൽ നമുക്ക് വലിയൊരു പ്രശ്നമാണോ? ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഗൾഫ് കൺട്രീസിലൊക്കെ എത്രയോ മലയാളികൾ എത്രയോ വർഷങ്ങൾ അവിടെ ഇതേപോലെ എന്തെങ്കിലും ഒരു PR കാര്യങ്ങളോ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മളെല്ലാവരും അവിടെ പോയി വർക്ക് ചെയ്യാറ്? നമ്മുടെ പല പേരൻസ്, ഈവൻ എൻ്റെ ഫാദർ പോലും വർക്ക് ചെയ്തിരുന്നൊന്നും ഇതേപോലെ അവർക്ക് അവരുടെ ഒരു PR കാര്യങ്ങളോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അവരുടെ ഒരു ഒരു ഏണിങ്സ് നമ്മുടെ നാട്ടിനേക്കാളും മെച്ചപ്പെട്ട് കിട്ടണം, അല്ലെങ്കിൽ അവരുടെ ഭാവി തലമുറ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് അവരെന്താ അവിടെ പോയി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലത്തേക്ക് മാറിയാൽ പോലും നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു ഏണിങ്സ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളല്ലേ നോക്കുള്ളൂ. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് വല്ലാണ്ട് വരെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. 10 years എന്നുള്ളത് നിങ്ങളുടെ ട്രാക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അടച്ചു പോവുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ ഇത് വലിയൊരു ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും ഓവറായിട്ട് നിങ്ങൾ ടാക്സ് പേ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും അതിലില്ല. പിന്നെ ഓരോ വിസ റിന്യൂവലിലും നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സാംസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അത് ഒരു പ്രാവശ്യമാണോ അതോ ഇനി എല്ലാ പ്രാവശ്യം ചെയ്യണോ അങ്ങനെയുള്ളതിലൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വിസ റിന്യൂവലിൻ്റെ സമയത്ത് നിങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിപ്പോൾ B2 എന്ന് പറയുന്നത് ഇപ്പം ഇൻഡിവിജ്വൽ 5.5 ആണെങ്കിൽ
അത്യാവശ്യം ആർക്കും കിട്ടാവുന്ന ഒരു സ്കോറാണ് ഇൻഡിവിജ്വൽ 5.5. ഇൻഡിവിജ്വൽ 5.5 അതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് 6 കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് സ്കോർ ഓട്ടോമാറ്റിക്കലി 6 വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ വറി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ മറ്റൊരു കാര്യമാണ്, അവർ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ ഏകദേശം ഒരു 180ഓളം പ്രൊഫഷൻസ് വെച്ചേർന്നത് അവർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആക്ച്വലി ഏതൊക്കെയാണ് പുതിയത് പ്രൊഫഷൻസ് വരുന്നത്, അതിനകത്ത് ഏതൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യും, അതിൽ ഏതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊക്കെ പുതിയത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിൽ വേറെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്, ഇനി 12th കഴിഞ്ഞവർക്ക് ഇല്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് അവിടെ വർക്ക് വിസ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി നമ്മളുടെ നാട്ടിൽ നിന്ന് 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വർക്ക് വിസ അങ്ങോട്ട് അപ്ലൈ ചെയ്തവരായിട്ട് എനിക്ക് അറിയില്ല, ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊതുവേ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അവിടെ പോയേക്കുന്നത്. മിക്കവാറും മാസ്റ്റേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ആയിരിക്കാൻ പോയേക്കാം. അപ്പൊ എങ്ങനെ കണക്കൂട്ടിയാലും നമ്മൾ ആ ബെയർ മിനിമം അവർ പറയുന്ന റിക്വയർമെന്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിന് ശേഷം ഒരു വർക്ക് വിസയിലോട്ട് മാറുന്നതിന് അതൊരു വലിയ ബുദ്ധിമുട്ടായി വരാൻ സാധ്യത ഇല്ല. പിന്നെ ഇക്വലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതും നമ്മൾ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഇക്വലന്റ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. അത് ഈ ഇക്വലൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാനഡയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മിക്കവാറും ലെവൽ 6ഓ ലെവൽ 7ഓ കോഴ്സ് ആയിരിക്കാം. അങ്ങനെ ലെവൽ 6ഓ ലെവൽ 7ഓ കോഴ്സ് കഴിഞ്ഞ ഒരാൾ PR-ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓഫർ കിട്ടിയിരിക്കുന്ന ജോലി അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ലെവൽ 7 ഇക്വലന്റ് ആയിരിക്കണം അല്ലെങ്കിൽ ലെവൽ 6ന് ഇക്വലന്റ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അത് PR-നാണോ വർക്ക് വിസയ്ക്കാണോ എന്നുള്ളത് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എൻ്റെ അറിവിൽ അത് PR-നായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ PhD പ്രോഗ്രാംസ് പോലെയുള്ളവർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇപ്പോഴും 3 years അവിടെ 2 years തന്നെ സ്റ്റേ ബാക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് 3 years ആക്കി കൂട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ പല പുതിയ നിയമമാറ്റങ്ങൾ അവർ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് നെഗറ്റീവ് സെൻസിലാണോ പോസിറ്റീവ് സെൻസിലാണോ പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സ്പൗസ് വിസ കൊടുക്കാതിരുന്നതിന് ശേഷം ഇപ്പോൾ കെയർ വർക്കേഴ്സ് പോലെയുള്ള പലവരുടെയും ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇനി സ്പൗസിനെ കൊണ്ടുവരാൻ ഫ്രണ്ട്ലി ആയിട്ട്, പക്ഷെ ഇതേപോലെ തന്നെ ലാംഗ്വേജ് റിക്വയർമെന്റും മറ്റ് പല റെസ്ട്രിക്ഷൻസും വെച്ചിട്ട് കൊണ്ടുവരാവുന്ന രീതിയിൽ അതിന് നിയമമാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്യണതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ രാജ്യത്തേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ അവർ കൂടുതൽ എന്റർടൈൻ ചെയ്യാനാണ് അവർ താല്പര്യപ്പെടുന്നത്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്നാണ് അതിൽ കീർ സ്റ്റാമർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഗ്ലോബൽ ടാലന്റ് വിസ എന്ന് പറഞ്ഞ വിസാസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ നിന്ന് പോകുന്ന ആ തരം വിസ എല്ലാം അവർ ഓപ്പൺ ആക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രപ്പോസലിൽ തന്നെ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ നഴ്സസിനെയും അതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനൊക്കെ അവർ ഇപ്പോഴും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് ആവശ്യമുണ്ട് ആളുകളെ, പക്ഷേ അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകളല്ല ഇപ്പോഴുള്ളത്. അവർ ഇപ്പോഴത്തെ ഒരു വർക്ക് ഫോഴ്സിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒബ്വിയസ്ലി നമ്മളുടെ എല്ലാ രാജ്യങ്ങളും തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പുറത്തോട്ട് പോകാൻ ഓപ്റ്റ് ചെയ്യുന്ന പല രാജ്യങ്ങളും വളരെ ടൈറ്റർ സിറ്റുവേഷൻ. കാനഡയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, 2023 കാനഡ വളരെ ടൈറ്റ് ആയിട്ടുള്ള പല നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പൊ UK ഫോളോ ചെയ്യണം. കാരണം അവർക്ക് അൺകൺട്രോളബിൾ ആയിട്ട് ഒരുപാട് ആളുകൾ അവരുടെ രാജ്യത്ത് വന്നു. അവിടുത്തെ ഹൗസിങ്സ് എക്സ്പെൻസസ് കയറി, ഗ്യാസ് യൂട്ടിലിറ്റി ബില്ലുകൾ കയറാൻ തുടങ്ങി, എക്സ്പെൻസസ് കൂടാൻ തുടങ്ങി. അതിൻ്റെ ഒരു പ്രധാന കാരണം അവിടെ ഒരുപാട് ഇമിഗ്രൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഇമിഗ്രൻസ് വരുന്നതിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വരുന്ന പ്രധാനപ്പെട്ട വർക്ക് ഫോഴ്സ് എല്ലാം എബോവ് 30 ഉള്ള അല്ലെങ്കിൽ ഒരു 25-30 ഉള്ള ആളുകളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണക്കൂട്ടുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഇവരുടെ റിട്ടയർമെന്റ് പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ പെട്ടെന്ന് ഒരു റിട്ടയർമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെൻഷൻ, നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ, നമുക്ക് ആ രാജ്യത്ത് പോയാൽ നമുക്ക് ഇത്ര നാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യാം, എല്ലാ ബെനിഫിറ്റ്സും കിട്ടും, ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടും എന്നുള്ളതൊക്കെയാണല്ലോ. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പെൻഷൻ പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻഷനിലേക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ പോകണം. ഈ കോൺട്രിബ്യൂഷൻ പോകുന്നത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് ആയിട്ടും NI ആയിട്ടൊക്കെ കട്ട് ചെയ്യുന്നത് തന്നെയാണ് തിരിച്ച് നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് ഈ റിട്ടയർമെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പൊ നമ്മൾ നേരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങിയാലാണ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ പെൻഷൻ എമൗണ്ട് കൂടുള്ളൂ.
അപ്പം ഈ ലേറ്റ് ആയിട്ട് ചെല്ലുന്നവരുടെ പെൻഷൻ തുക വളരെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല റിക്വയർമെന്റിനും എത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വാസ്തവം. അപ്പൊ അതിനെക്കുറിച്ച് കൺസേൺ ആയതുകൊണ്ടും പിന്നെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഈ റീസെന്റ് 2020 ശേഷം പോയിരുന്ന ആളുകളുടെ ക്വാളിറ്റി വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള പല നിയമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ 2010 ക്യാമറൂൺ ഗവൺമെന്റ് കയറിയ സമയത്ത് കൊണ്ടുവന്ന കുറെ നിയമമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നും ഏഴെത്തില്ല ഇത്രയുള്ള ഇപ്പൊ വരാൻ പോകുന്നു എന്ന് പറയുന്ന നിയമമാറ്റം. അന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റേ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു. പിന്നെ അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലോസ് ഡൗൺ ചെയ്ത് കളഞ്ഞു, പല യൂണിവേഴ്സിറ്റീസ് വരെ ക്ലോസ് ഡൗൺ ആയി പോയിരുന്നു. ഒരുപാട് ഈ സാലറി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് എടുത്തു കളഞ്ഞു. അതൊന്നും ഇവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പോലും പ്ലാൻ ചെയ്യുന്നില്ല. അവരെന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് വർക്ക് ഫോഴ്സ് വേണം അവർക്ക്, ക്വാളിറ്റി ഇമിഗ്രൻസ് വേണം, അവരുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ആളുകൾ വേണം. ഇതാണ് അവർ പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ UK ഇപ്പോഴും കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമല്ല. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് ജോലി മാത്രം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും PR ആയി പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ UK ഇപ്പോൾ ചൂസ് ചെയ്യാതിരിക്കുക. ഇപ്പം എന്നല്ല, നിങ്ങൾ വിദേശ രാജ്യത്തോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അവിടെ അവരൊരാളെ കൊണ്ടുവന്ന് അവിടെ ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്ത് അവിടെ സെറ്റിൽ ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആ കൺട്രിയുടെ GDPക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ആ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. നമ്മുടെ നാടിനെയും കൾച്ചറിനെ ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. അത് നമ്മളവിടെ നമ്മുടെ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അകത്തോ നമ്മൾ കാണിക്കുന്നതിന് കുഴപ്പമില്ല. അതിന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അത്രയും ഇതൊന്നും കാണിക്കാതിരിക്കുക, അത് അവർക്ക് വലിയൊരു ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം സ്റ്റുഡൻറ് വിസ നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നോക്കാം, പ്രശ്നമൊന്നുമില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. വർക്ക് വിസ കിട്ടുന്നതിന് ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. വർക്ക് വിസയിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിനും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സാലറി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും വീടായിട്ട് മേടിച്ചിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ 5 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് വേറെ രാജ്യത്തോട്ട് മാറണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വീട് വിറ്റിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് അതൊരു അസറ്റായിട്ട് അവിടെ കിടക്കുന്ന കാര്യമാണ്. പ്രൈസസ് UK ഇപ്പം നല്ല ഹൈ ആണ്, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്, പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എത്തുക എന്നുള്ളതൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം മേക്ക് യൂസ് എഫക്റ്റീവ്ലി എവറിത്തിങ്. ഓക്കെ, അപ്പം സെപ്റ്റംബർ അഡ്മിഷൻസ് നോക്കുന്ന ആളുകളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ തരണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാട്സപ്പ് നമ്പർ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് അതിൽ ചാറ്റ് ചെയ്യാം. ഡയറക്റ്റായിട്ട് ഞാനായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.